നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ പോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു പാമ്പാണ്, വിഷപ്പാമ്പാണ്. ഹിസ് മദർ ആക്ടിങ് ലൈക്ക് ഹിസ് ഇമോഷണൽ വൈഫ്. കത്തിയോ? ഇതൊക്കെ കാര്യങ്ങൾ ദിയാകൃഷ്ണ സ്റ്റോറിയിൽ ദിയാകൃഷ്ണ ഇതുപോലത്തെ ദിസ് ഈസ് ഓൾസോ അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു അബ്യൂസ് കിട്ടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കേട്ടോ. ഈ സ്ത്രീ എന്താണ് ഇവരുടെ തലയിൽ അത് ആലോചിക്കും, എന്തൊരു ക്യാരക്ടറാന്ന് ആലോചിക്കും. ഷെയർ ആൻ അപ്പാർട്ട്മെന്റ് വിത്ത് ചിന്നമ്മ, her husband and Tanvi's brothers. She got to live in a huge house and have so many bedrooms all for herself. ഞാൻ കുറെ ചിരിച്ചത് കേട്ടിട്ട്. ഇവർക്ക് വേണ്ട എന്താ പറയുക, ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഇവരുടെ ട്രോമ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബെഡ്റൂം കിട്ടിയിട്ടില്ല. ഇവർക്ക് സ്വന്തമായിട്ട് കുറേ ബെഡ്റൂം വേണം, വേറൊന്നും വേണ്ട. ബട്ട് വി ചോസ് ടു ഹോൾഡ് ഓൺ ടു അവർ ഡിഗ്നിറ്റി ആൻഡ് കീപ് സൈലന്റ് എന്ന്. ആൾക്കാർ കേൾക്കണ്ട, കേൾപ്പിച്ചു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ക്രീ ഫാം അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഫാമിലിയുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ്. ഒന്ന് ആലോചിച്ച് നോക്കുക ഒരവസ്ഥ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഇൻറ്റേർണൽ പ്രോബ്ലംസ് പുറത്തുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേറെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു കുടുംബത്തിന് ഇനി വരാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോർ വാട്ട് എവർ ബി ദ റീസൺ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ നാലാളുടെ ഇടയിലേക്ക് മുന്നിൽ ചർച്ചയ്ക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നൊരു രസം കണ്ടെത്തുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടെത്തുക, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ പറഞ്ഞാൽ നമ്മൾ വളരെ പേഴ്സണലായിട്ട് നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറം ലോകത്ത് അറിയിക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ചില ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒന്ന് അവർ ചില ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവരുടെ ഈ കോൺട്രവേഴ്സിയൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നില്ല. കാരണം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, ചേട്ടാ അത് നിർത്തുമോ, ബോറടിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓക്കെ നമ്മളിനി നിർത്താം. പക്ഷേ ഇന്നലെ മുതൽ വീണ്ടും ഒരു വിഷയം ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട്, ഇവരുടെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വീണ്ടും കടന്ന് കളിക്കുന്നുണ്ട്. അതായത് അഹാന ലാസ്റ്റ് ഇട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ അടുത്ത് വായിച്ചിരുന്നതിൽ ഒരു കോമെൻറ്റും പിൻ ചെയ്ത് വെച്ചിരുന്നല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നതിന് മുതൽ വളരെ ഷോർട്ടായിട്ടുള്ള പോസ്റ്റായിരുന്നു. ഇത് ഇടുന്നതിന് മുന്നേ ഇവർ വേറെ 2 പോസ്റ്റ് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ആ പോസ്റ്റ് എനിക്ക് പല ആൾക്കാർ അയച്ചു തന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാനത് റിയാക്ട് ചെയ്യുന്നില്ല, പോട്ടെ നോക്കാം നമുക്ക്, ഇനിയിപ്പോൾ അത് ചർച്ചയാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതിനെ വിട്ടു. നോക്കുമ്പോൾ കുറച്ച് ക്രിയേറ്റേഴ്സൊക്കെ രാവിലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു പോസ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയ സമയത്ത് ഐ തോട്ട് ലൈക്ക് ഐ ഷുഡ് സ്പീക്ക്. കാരണം എന്താ വെച്ചാൽ അത് സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ ആ ഒരു പോസ്റ്റിലുണ്ട്. നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ദിയാകൃഷ്ണയുടെ കാര്യം കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു അഹാന കൃഷ്ണ അല്ലെങ്കിൽ ക്രീ ഫാം, ആ കൃഷ്ണകുമാർ ഫാമിലി അവരുടെ ഒരു ഡൈ ഹാർഡ് സപ്പോർട്ടറാണെന്ന് ഇരിക്കുക. ബ്ലൈൻഡ് ഫാൻ എന്നൊക്കെ പറയും, പണ്ട് അന്തം എന്നൊക്കെ വിളിച്ചിരുന്നു. ഒരു ഡൈ ഹാർഡ് ഫാൻ ആണെങ്കിൽ പ്ലീസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ നിർത്തിക്കോളൂ. നിങ്ങൾ തുടർന്ന് കാണണ്ട, നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ. ബിക്കോസ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് ഹെയ്റ്റ് ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അവർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടിട്ട് പിന്നെ അഹാനകൃഷ്ണയുടെ കാര്യങ്ങളും പ്രത്യേകിച്ച് അവർ ഈ ഒരു പോസ്റ്റ്, അവർ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് എനിക്ക് ചില മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായത് നമ്മൾ പറയുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. വെച്ചിട്ട് അവർ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല അവരുടെ സ്ട്രിക്ട്ലി അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല എന്നല്ല, സ്ട്രിക്ട്ലി പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് കൊണ്ടുവരല്ല. സോഷ്യൽ മീഡിയയിൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഇറ്റ് ബിലോങ്സ് ടു ദി പബ്ലിക്. അവരതിനെക്കുറിച്ച് പല കാര്യങ്ങളും ചെയ്യും. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, പ്രചരിപ്പിക്കാം, പല കാര്യങ്ങളും ചെയ്യും. ബിക്കോസ് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു പോയതാണ്. അത് വന്നു പോവാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ആരാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിൽ കടക്കുന്നതിന് മുന്നേ ഞാനിന്ന് ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണത്. ദിയാകൃഷ്ണനെ കുറിച്ച് എന്തോ പന്തികേട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്താണ്. നോക്കുമ്പോൾ ദിയാകൃഷ്ണയുടെ ഒരു സ്റ്റോറി കണ്ടു. ആക്ച്വലി 2 സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന പിക്ചർ ഒരു സ്റ്റോറി ഇതാണ്: എനിബഡി ദാറ്റ് ട്രൈസ് ടു മേക്ക് യു ഗോ അഗെയിൻസ്റ്റ് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഇസ് അബ്സല്യൂട്ട്ലി എ സ്നേക്ക്. അതായത് ആരെങ്കിലും ഹൂ ട്രൈസ് ടു മേക്ക് ദാറ്റ് ട്രൈസ് ടു മേക്ക്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ പോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഒരു പാമ്പാണ്, വിഷപ്പാമ്പാണ്, സ്നേക്കാണ് എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരു അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള
ഒരു കോട്ടും അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടും ദിയ വെക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കോട്ടും കൂടി വെക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇതും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആ ഒരു ആ ഒരു ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ദിയാകൃഷ്ണയുടെ ഫാമിലിയിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, മോസ്റ്റ് ലൈക്ലി അത് അശ്വിൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, എനിക്കൊരിക്കലും ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. ആ ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടാണ്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ദിയയുടെ ഈ ഒരു സ്റ്റോറി കണ്ടില്ല, പക്ഷേ ആദ്യം കണ്ട സ്റ്റോറി കണ്ടു. പക്ഷേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചറിൻ്റെ സ്റ്റോറി ഞാൻ അവിടെ കണ്ടില്ല. മേ ബി ഷീ ഈസ് ഡിലീറ്റഡ്, അതുകൊണ്ട് അറിയില്ല. ഞാൻ അതല്ല ഫാബ്രിക്കേറ്റ് എന്താ സംഭവം എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ സ്റ്റോറി കണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇവർ പറയുന്ന സംഭവം നോക്കി നോക്കൂ. അപ്പോൾ ആദ്യം മനസ്സിലായല്ലോ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പാമ്പാണെന്ന് പറയുന്നത്. പിന്നെ രണ്ട് കാര്യം, ദിസ് ഇസ് അബ്യൂസ് ബട്ട് ദിസ് ഇസ് ഓൾസോ ആൻ അബ്യൂസ്. അപ്പോൾ ആദ്യം ദിസ് ഇസ് ആൻ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ദിസ് ഇസ് അബ്യൂസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഫിസിക്കൽ വയലൻസ് ആൻഡ് ചീറ്റിംഗ്. ഇത് അബ്യൂസാണ്, ഇത് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ഓൾസോ അബ്യൂസ്, ഇതും അബ്യൂസാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണെന്നറിയോ? ഹിസ് മദർ ആക്ടിങ് ലൈക്ക് ഹിസ് ഇമോഷണൽ വൈഫ്. കത്തിയോ? രണ്ടാമത്തെ, ഹിസ് ഫാമിലി ഓൾവേസ് taking his side while pretending to be your well wishers. ഓക്കെ, എപ്പോഴും ഭർത്താവിൻ്റെ ഭാഗം മാത്രം എടുക്കുന്നു. ഹിസ് enablers reaching out to you when he cannot control the narrative himself. അതായത് സ്വന്തം ന്യായീകരിച്ചിട്ടുള്ള ആ നെറേറ്റീവ് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് enablers, സഹായിക്കുന്ന ആൾക്കാർ, അതായത് അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ റീച്ചിങ് ഔട്ട് ടു യു. പീപ്പിൾ യൂസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ട്രെയിൻ യു ടു ടോളറേറ്റ് ഡിസ്റെസ്പെക്റ്റ്. അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക. Your partner staying silent when his family slowly breaks your dignity. നിങ്ങളുടെ ഡിഗ്നിറ്റി സ്ലോലി നിങ്ങളുടെ പാർട്ട്ണർ ഫാമിലി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ മിണ്ടാതിരിക്കുക. ബീങ് ടോൾഡ് ടു റെസ്പെക്ട് എൽഡേഴ്സ് ഹു യൂസ് ഏജ് ആസ് എ ഷീൽഡ് ഓഫ് ക്രൂവൽറ്റി. അതായത് അവർ ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഏജ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കവചം കൊണ്ട് മൂടി വെക്കാൻ ശ്രമിക്കുന്നു. എവ്രി വൺ പ്രൊട്ടക്റ്റിംഗ് ദ ഫാമിലി ഇമേജ് വൈൽ നോബഡി പ്രൊട്ടക്ട്സ് യുവർ പീസ്. എല്ലാവരും ഫാമിലിയുടെ ഇമേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സമാധാനം ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അവസാനത്തെ, ബീയിങ് പ്രഷറൈസ്ഡ് ടു ഫൊർഗീവ് ബിക്കോസ് യുവർ ആങ്കർ എക്സ്പോസസ് വാട്ട് ദേ ഡിഡ്. അതായത് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് നിങ്ങളോട് നിരന്തരം പറയുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ദേഷ്യം അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് എക്സ്പോസ് ചെയ്യും. ഇതൊക്കെ കാര്യങ്ങൾ ദിയാകൃഷ്ണ സ്റ്റോറിയിലിട്ടിട്ടുള്ളതാണ്. ഇതുവരെ അവരുടെയൊക്കെ സ്റ്റോറീസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പല ആൾക്കാർക്കും ഈ പരിപാടി ഉണ്ട്. അവരുടെ അപ്പത്തെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ, അവരുടെ സിറ്റുവേഷൻ എന്താ, അവരുടെ ആ ഇമോഷൻസ് എന്താ, ഇത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരൊക്കെങ്കിലും കൺവേ ചെയ്യാൻ, മേ ബി ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെ ആയിരിക്കാം, പബ്ലിക്കിനെ ആയിരിക്കാം, ആരെ വേണമെങ്കിൽ ആയിരിക്കാം, അവരെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറിയും വാട്സപ്പ് സ്റ്റേറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ദിയാകൃഷ്ണ ഇതുപോലത്തെ ദിസ് ഇസ് ഓൾസോ അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു അബ്യൂസ് കിട്ടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള, അവർക്ക് കിട്ടുന്നു എന്നല്ല പൊതുവെ കിട്ടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് അവർ സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ആദ്യത്തെ ഒരു സംഭവം കൂടി എഴുതിയിട്ടുണ്ട്. എനിബഡി ദാറ്റ് ട്രൈസ് ടു മേക്ക് യു ഗോ അഗെയിൻസ്റ്റ് യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് അബ്സല്യൂട്ട്ലി എ സ്നേക്ക്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ട്, എന്തോ പന്തികേട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇവരുടെ ഫാമിലിയിലും കൂടി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ അവർ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. ഇത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് പറയൂ. ബിക്കോസ് ഇത് ഞാൻ പറയുന്നത് അവരുടെ സോ കോൾഡ് വെൽ വിഷേഴ്സ് ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ബിക്കോസ് യുവർ പേഴ്സൺ ഹാസ് പുട്ട് ദിസ് ആസ് എ സ്റ്റോറി പബ്ലിക്കായിട്ട്, പബ്ലിക് അക്കൗണ്ടിലൂടെ ഈ സാധനം പുറത്തു വിടുകയാണ്. മനസ്സിലായോ? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നിപ്പോൾ സംശയം തോന്നേണ്ട സിറ്റുവേഷനിലേക്കാണ് പോണത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല, അവർ അങ്ങനത്തെ അതിൻ്റെ നോക്കുന്ന ആൾക്കാരായിരിക്കില്ല, അത് പുറത്ത് ചാടിയതാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എവറിബഡി ഈസ് കീൻ ഓൺ വാട്ട് ദേ ആർ പോസ്റ്റിംഗ്. കാരണം അവർ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്, ഒരു ഹോട്ട് ഡിസ്കഷൻ ആവാൻ താല്പര്യമുള്ളൊരു ഫാമിലി. സ്പെഷ്യലി കഴിഞ്ഞ ദിവസം അഹാന വീഡിയോ ചെയ്ത സമയത്ത് അഹാന ഒരു കാര്യം പറയുണ്ടായി, റെഡിറ്റിലൊക്കെ ഞങ്ങൾ അക്രി ഡിക്രി സിക്രി എന്നൊക്കെയാണ് പറയാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അത്രയും ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ് അവർ. ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് ആർക്കായാലും സംശയം തോന്നിപ്പോവും ഇവർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ അതാണ് ദിയ കൃഷ്ണയുടെ സംഭവം. ഇനി അടുത്ത കേസ് അഹാന കൃഷ്ണയുടെ പോസ്റ്റ്, ഡിലീറ്റഡ് പോസ്റ്റ്. ഭയങ്കര ഒരു ലംബാച്ചോട വലിയൊരു നീട്ടി വലിച്ചിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിട്ട് അവർ ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ഒരു സിമ്പിൾ സാധനം പോസ്റ്റ് ചെയ്തു. ലൈക്ക് നമ്മുടെ മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിൽ ഷാജോൺ പോയി കക്കൂസിലെ ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കണായിരുന്നു. ദേഷ്യം വരുന്ന സമയത്ത് പോയി ബക്കറ്റാണ് ചവിട്ടി പൊട്ടിക്കും. അപ്പോൾ എന്തായി, നമുക്കൊരു സമാധാനം കിട്ടി. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില സമയത്തൊക്കെ വാട്സാപ്പിൽ ഞാനൊക്കെ ചെയ്യാറുണ്ട്, ചില സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് വാട്സാപ്പിൽ കുറേ ചീത്തൽ പറയും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും. അപ്പം എന്തായി, എന്നാൽ ഞാൻ പറഞ്ഞു എന്നൊരു സമാധാനക്കുമായി, എന്നാൽ മറ്റാളോട്ട് കേട്ടിട്ടില്ല, അതിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇനി അതാണോ പരിപാടി എന്നുള്ളത് അറിയില്ല. എന്തായാലും 34 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തൻവി സുധീർ ഘോഷ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി സീരിയസ്ലി. അല്ല, ഞെട്ടേണ്ട കാര്യമില്ല, ഞാൻ ഞെട്ടി തന്നെ ചവിട്ടാനല്ല ഏട്ടാണ്. കാരണം വെച്ചാൽ ഷീ ഈസ് എക്സ്പോസ്ഡ്. അവരുടെ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഹിപ്പോക്രസി, അവരുടെ ഹിപ്പോക്രൈറ്റാണ് ഒന്ന്. പിന്നെ അവർ അതന്നെ നമ്മൾ വിചാരിക്കുന്നൊരു വ്യക്തിയല്ല. അവർ ഭയങ്കര സോഫ്റ്റായിട്ട് സ്പോക്കണായിട്ട് വളരെ നല്ലൊരു ഇമേജ് പുറത്തേക്ക് പോർട്രേ ചെയ്തിട്ട് അവർ ഉള്ളിൽ അങ്ങനെയാണ്. ഞാൻ അവരുടെ പോസ്റ്റ് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ആദ്യത്തെ പോസ്റ്റ്, ഒരു മിനിറ്റ്, ആദ്യത്തെ പോസ്റ്റ് എന്താ, ഒരു മിനിറ്റ്, അതായത് ഷീ അഗ്രീ ടു ഡിലീറ്റ് വീഡിയോസ് ഇഫ് ഷീ എന്നൊക്കെ പറഞ്ഞില്ലേ, മെയ്ഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ മീഡിയ വാസ് നെവർ ദ പ്ലേസ് ടു പുട്ട് ഹെർ ഫാമിലി ഇഷ്യൂസ്. അതായത് തൻവീനെ പറഞ്ഞ് മനസ്സിലാക്കി സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് ഇടാനുള്ള സ്ഥലമല്ല എന്നുള്ള അവർ മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് പുട്ടിങ് സംതിങ് ഇൻ സോഷ്യൽ മീഡിയ, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവരുടെ ഇത് വെച്ചോളൂ. ഇത് തൻവിയുടെ വീഡിയോ വന്നതിന് ശേഷം കേട്ടോ. A new performance video has come up. We have better things in life other than putting a new, ഞാൻ ആവശ്യമുള്ള മലയാളത്തിലേക്ക് ആക്കി തരാം. We have better things in life other than putting a new 50-minute video countering the new set of lies. ഞങ്ങൾക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. 50 മിനിറ്റ് വീഡിയോ ഇടുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് എ ഡിസ്ഗ്രേസ്, എന്തൊരു ഡിസ്ഗ്രേസ് ആണ്. അതായത് ഒരു മാനം കെടുത്തുന്ന പരിപാടിയായി പോയി. ഹാവിങ് യുവർ ഫാമിലി ഇഷ്യൂസ് പുൾഡ് ഔട്ട് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് ഡിസ്കസ് ലൈക്ക് ദിസ്. എന്തൊരു മോശമാണ് അല്ലേ നമ്മളുടെ ഫാമിലി ഇഷ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു ഇടുന്നത്. ആരാ പറയുന്നത്? Well, I think it's better to not call them family for the kind of behavior that they are doing. അതായത് ബെറ്റർ എന്താ വെച്ചാൽ അവരെ ഫാമിലിയെ തന്നെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ അവർ ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. ലൈസ് 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 ആൻഡ് മോർ ലൈസ്, നോട മാത്രം. ആൻഡ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് വി ഹാവ് എവർ നോൺ. നമ്മൾ കണ്ടു വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സ് തൻവീനെയും അമ്മമ്മേനെയൊക്കെയാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ആസ് ഇഫ് ദേ ഡോണ്ട് നോ. ഒരു ആക്ടിങ് ഒരു പരിപാടി ഇല്ല, ഓൾ സ്ട്രേറ്റ് ഫോർവേഡ്. ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ ഗ്രഡ്ജോ കാര്യങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഭയങ്കര ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്കാരാണ്. ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ കണ്ട് എല്ലാവരും മിമിക് ചെയ്യുന്നതല്ല പറയണത്. ടൈം ഇസ് മണി. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. സമയം പണമാണ്. ടൈം ഇസ് എവറിത്തിങ്. നിങ്ങളുടെ സമയം പോയി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് ബാക്ക്, ഡെഫിനറ്റ്ലി 100%. മനസ്സിലായോ? അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ദേ ആർ പോസ്റ്റിംഗ് ലൈക്ക് 20 minutes 1 hour വീഡിയോ എക്സ്പ്ലെയിനിങ് ചക്ക മാങ്ങ, പിന്നെ അവരുടെ ആ ഒരു ആഷ്ബൂഷ് ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവരവരുടെ കാര്യം ഇവർ മാത്രമല്ല പറയുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാരുടെ സമയം കളയുന്നു. ഇത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നു, എന്താ വിചാരിക്കുക, ഒരു നല്ലതിന് അല്ല. ആൾക്കാർ വിചാരിക്കുന്ന എന്ത് ലൈഫല്ല അവരുടെ അല്ലേ, എന്ത് നന്നായിട്ടാണ് അവർ ജീവിക്കുന്നത്, എനിക്കൊന്നുമില്ലല്ലോ. മനസ്സിലായോ? വല്ല പണിയെടുത്തിട്ടും പരിപാടി ചെയ്തിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതിന് പകരം എന്താടാ ഇതൊക്കെ. ഞാൻ ഈ കാര്യങ്ങൾ പറയണം എന്തിനാണെന്നറിയോ? പല ആൾക്കാർ ചോദിക്കായിരിക്കും പേഴ്സണൽ കാര്യങ്ങളൊക്കെ. നോക്കൂ, ഇവരുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ പല ആൾക്കാരും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ വരുന്നത്. അവരെ ഹെയ്റ്റ് ചെയ്യുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഒന്ന് സംസാരിക്കും, ബ്രോ ഒന്ന് സംസാരിക്കും ഇതിനെക്കുറിച്ച് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് അവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് അവർക്ക് തന്നെ ഇത് തുടങ്ങി ക്യാരക്ടർ കണ്ടിട്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണാനും കൂടുതൽ ആൾക്കാരുണ്ടാവുന്നത്. ഓക്കെ, പിന്നെ വി ആർ ഡൺ വിത്ത് ദിസ് നോൺസെൻസ് ആൻഡ് ആസ് ഓഡിയൻസ് യു കുഡ് ചൂസ് വാട്ട് യു വോണ്ട് ടു ഡു. ഞങ്ങൾ ഈ നോൺസെൻസ് മതി, നിങ്ങൾ ഓഡിയൻസിന് ഇഷ്ടമാണ് ചെയ്യാം. വി ഹാവ് അതർ തിങ്സ് ടു ഡു ഇൻ ലൈഫ് അതർ ദാൻ എൻഗേജ് ഇൻ ദീസ് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട്സ്. ഇനി അടുത്ത കേട്ടോ. മൈ അൺഫോർച്ചുനേറ്റ് ഗ്രാൻഡ് മദേഴ്സ് ഫേവറേറ്റ് ഹോബി നെയിമിങ് ഈച്ച് ഗ്രാൻഡ് ചൈൽഡ് ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് അറ്റ് ഈച്ച് പോയിന്റ്. ടു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫാമിലി ഇഷ്യൂ നിങ്ങളുടെ അമ്മമ്മയെക്കുറിച്ച് ഇവർ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവരല്ലേ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടരുത് എന്നുള്ളത്. ഷീ പോസ്റ്റഡ്. ഇത്രയൊക്കെ അറിയുന്ന ആള്, ഞാൻ അത് വീണ്ടും ചോദിക്കുന്നത്,
ഇത് വന്നു കഴിഞ്ഞാൽ പീപ്പിൾ ആർ റെഡി ടു ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വൈ വുഡ് ഷീ പോസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യണം? എനിക്ക് തോന്നുന്നു പറയാതെ പറയണം, ഈ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് പിൻവലിക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്യണം. സോ ദാറ്റ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്തു, പീപ്പിൾ ഡിസ്കസ്ഡ് ഇറ്റ് ആൻഡ് യു വിഡ്രോ ദിസ് തിങ്. നിങ്ങളത് പിൻവലിച്ചു, പക്ഷെ ആൾക്കാരത് സംസാരിച്ചു. മനസ്സിലായോ? ഇത് ഒരു കൈൻഡ് ഓഫ് എന്ത് പറയും, എനിക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ്. വി ഡോണ്ട് നീഡ് ടു ടോളറേറ്റ്, ദാറ്റ്സ് ഡിഫറെൻറ്റ് തിങ്. അവർ അത് ഞാൻ കേൾക്കുന്നത് വിചാരിക്കുക നീ എന്തിനാണ് ടോളറേറ്റ് ചെയ്തത്? അപ്പോൾ അതല്ല, ഇതൊക്കെ പബ്ലിക് സ്പേസിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഐ ഹാവ് അറ്റ്ലീസ്റ്റ് 15 വീഡിയോസ് ഓഫ് ഹെർ സെയിങ് ദാറ്റ് ഐ എം ദി ഓൺലി വൺ ഷീ ലൈക്സ്. അമ്മമ്മേനെ പറ്റി പറയാം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ഞാനാണെന്നുള്ള പറഞ്ഞ അറ്റ്ലീസ്റ്റ് 15 വീഡിയോസിന്. ഇത് ആരോടാ ദിസ് ലേഡി ഈസ് ട്രൈങ് ടു, ആരോട് പ്രൂവ് ചെയ്യാൻ അവർ നോക്കുന്നത്? ആൻഡ് ദ സാഡ് റീസൺ ഫോർ ഇറ്റ്, അടുത്തോട് എന്താ റീസൺ അറിയാം, ഐ വാസ് ദ വൺ ഹൂ വുഡ് എക്സോർബിറ്റൻ്റ്ലി സ്പെൻഡ് ഫോർ ഹെർ, ടേക്കിംഗ് ഹെർ ടു പ്ലേസസ് ആൻഡ് ബൈ ഹെർ തിങ്സ്. പണം ഉണ്ട്, സമ്പാദിക്കുന്നുണ്ട്, കുട്ടികൾ സമ്പാദിക്കണം ചെറിയ പ്രായത്തിലൊക്കെ നല്ലത് തന്നെയാണ്, സെൽഫ് സഫിഷ്യൻ്റ് ആവണമൊക്കെ നല്ലത് തന്നെയാണ്, എവരിബഡി, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഇവിടെ ആ പണത്തിൻ്റെ ആ ഒരു ഹുങ്ക കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അമ്മമ്മയ്ക്ക് എന്നോട് ഇഷ്ടം എന്നറിയോ? ഞാനാണ് കൂടുതലായിട്ട് പൈസ സ്പെൻഡ് ചെയ്തത് അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാനാണ് അവർ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അമ്മമ്മ എന്നെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പുറം ലോകത്തോട് വിളിച്ച് പറയാണ്. ദാറ്റ് വാസ് ഹെർ റീസൺ. Since the other kids were smaller and couldn't spend so much. What is this? മറ്റേ കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ടും അവർക്ക് അധികം കാശില്ലാത്തത് കൊണ്ടൊന്ന് ഇവരെല്ലാം പണമാണ് അല്ലേ? ഒരു വിധ ആൾക്കാരെ കഥ ആലോചിക്കല്ലേ. ദാറ്റ്സ് ദി പേഴ്സൺ ഷീ ഈസ്. ഇഫ് യു ഗിവ് ഹർ 1 kg ഓഫ് ആപ്പിൾസ് ഷീൽ ഫർഗെറ്റ് എവറിത്തിങ് എൽസ് എവ്രിവൺ ഹാസ് ഡൺ ടിൽ ദെൻ ആൻഡ് പ്രൈസ് യു. എത്ര മോശമാക്കിയിട്ടാണ് സ്വന്തം അമ്മമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കിയെല്ലാം മറക്കുന്നു. ആൻഡ് നൗ ഐ ഹവ് സഡൻലി ബിക്കം ദ വേഴ്സ്റ്റ്. ഞാൻ വളരെ മോശമായി മാറിപ്പെട്ടത്. വൈ? ബിക്കോസ് ഐ ഡെയർ ടു ക്വസ്റ്റ്യൻ ഹെർ റോങ് ഡൂയിങ്സ്. എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ അമ്മമ്മ ചെയ്ത മോശം കാര്യങ്ങളെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഡസൻറ്റ് മീൻ മൈ സിസ്റ്റേഴ്സ് ലൈക്ക് ഹെർ എനി ബെറ്റർ, ഡസൻറ്റ് മീൻ ദാറ്റ് എൻ്റെ സഹോദരങ്ങൾക്കും അവരിഷ്ടമാണെന്നല്ല കേട്ടോ. ആസ് ദി എൽഡർ ചൈൽഡ് it was always me questioning her nonsense, and so naturally I am the villain, right? എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ടുണ്ട്. എത്ര സമയം എടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്. എൽഡർ ചൈൽഡ് ആയതുകൊണ്ട് ഞാനാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്, സമൂഹത്തിലെ അനീതിയൊക്കെ. ഇനിയാണ് ദി ബെസ്റ്റ് പാർട്ട്. തൻവി അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നിട്ടുള്ളൊരു കുട്ടി. ഷീ വോണ്ട് ടു സ്റ്റേ വിത്ത് ഹെർ ഗ്രാൻഡ് പാരൻസ്, അല്ലേ? ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിൽക്കാൻ ഒരു ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് തൻവി. അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ആൻഡ് കമ്മിങ് ടു തൻവി, ഇഫ് ഷീ ഹേറ്റഡ് ഹെർ മദർ സോ മച്ച്, വൈ വാസ് ഷീ ഹാങ്ങിങ് ഔട്ട് വിത്ത് ദെം എവറി ടൈം ഷീ നീഡഡ് ടു ഗെറ്റ് സംതിങ് ഡൺ ഫ്രം ദെം? എത്ര പേഴ്സണൽ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. തൻവി ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞു, ശരിയാണ്, ഷീ വാസ് ദ വൺ ഹു പുട്ട് ദിസ് ഇഷ്യൂ. ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ. അവർ ശ്രദ്ധിക്കണമായിരുന്നു അമ്മമ്മയുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടോ, അല്ലാണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല സ്ട്രേറ്റ് ഫോർവേഡായിട്ട്. അറ്റ് എനി പോയിന്റ് അവസാനം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് അവർ ചില കാര്യങ്ങൾ പറയേണ്ട സിറ്റുവേഷൻ വന്നത്. അതുവരെ അവരൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേ? ഇവിടെ പറഞ്ഞു കേട്ടോ, എത്ര പേഴ്സണലായിട്ട്. ഈവൻ ഹെർ ഫസ്റ്റ് ഫ്ലൈറ്റ് ടു കാനഡ വാസ് ഫ്രം ബാംഗ്ലൂർ. വെൻ ഷീ നീഡഡ് സംതിങ് ഹെർ മദർ ഇസ് ഗുഡ്. അതായത് എന്തെങ്കിലും വേണ്ടി വന്ന സമയത്ത് അമ്മ നല്ലതാണ്. അതർവൈസ് ഷീസ് എ ഫ്രോഡ്. അമ്മ ഫ്രോഡാണ്. ഹൗ കൺവീനിയൻറ്റ്. അറ്റാക്കി ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. മൈ മദേഴ്സ് സിസ്റ്റർ നെവർ അബാൻഡൻ തൻവി. അതായത് ഒരിക്കലും അവർ ഒഴിവാക്കിയിരുന്നില്ല. തൻവി ലീവ്ഡ് വിത്ത് ചിന്നമ്മ ഇനീഷ്യലി. ലേറ്റർ her dad forcefully shifted her to a school near her home, then to Abu Dhabi. കേട്ടോളൂ. After his passing, she lived with Chinnamma and my grandparents again. ചിന്നമ്മയുടെയും ഗ്രാൻഡ് പാരൻസിനും കൂടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായി, പോയതിന് ശേഷം തോന്നുന്നു. A few years later, when my grandparents moved back to Kerala, Tanvi just moved with them, much against my ചിന്നമ്മ wanting to her study in Bangalore. അതായത് അമ്മമ്മ അവരെ ബാംഗ്ലൂർ നിൽക്കണേക്കാളും കൂടുതൽ അമ്മമ്മയുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചു. എന്തിനറിയോ? ഫോർ ദി ഷിയർ ഫ്രീഡം എ ടീനേജർ വുഡ് ഗെറ്റ് വെൻ യു ലിവ് വിത്ത് 2 ഗ്രാൻഡ് പാരൻസ് ഹു ക്യാൻ ഈസിലി ബി ഫൂൾഡ്. അതായത് പറ്റിക്കപ്പെടാൻ എളുപ്പമായിട്ടുള്ള 2 ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഒരു ടീനേജർക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു വെറും മിയർ ഫ്രീഡം ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഒരു ഫ്രീഡം, ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് തൻവി ഇങ്ങനെ ഇവരുടെ കൂടെ മാറിയത്. വിത്ത് ചിന്നമ്മ. അടുത്ത കേട്ടോളൂ. ഈ സ്ത്രീ എന്താണ് ഇവരുടെ തലയെ അത് ആലോചിക്കുക, എന്തൊരു ക്യാരക്ടറാന്ന് ആലോചിക്കുക. വിത്ത് ചിന്നമ്മ ഷീ വുഡ് ഹാവ് ടു ഹാഡ് ടു ഷെയർ എൻ അപ്പാർട്ട്മെൻറ്റ് വിത്ത് ചിന്നമ്മ, ഹെർ ഹസ്ബൻഡ് ആൻഡ് തൻവീസ് ബ്രദേഴ്സ്. ഇതിന് ചിന്ത പോയ പോക്ക്. അതായത് ചിന്നമ്മയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ
അവരുടെ 2 ബ്രദേഴ്സിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ചിന്നമ്മയുടെയും കൂടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്തിരുന്നു. വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഷീ ഗോട്ട് ടു ലിവ് ഇൻ എ ഹ്യൂജ് ഹൗസ് ആൻഡ് ഹാവ് സോ മെനി ബെഡ്റൂംസ് ഓൾ ഫോർ ഹെർ സെൽഫ്. ഞാൻ കുറേ ചിരിച്ചത് കേട്ടിട്ട്. അതായത് അമ്മമ്മയുടെ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വലിയൊരു വീടും കുറേ ബെഡ്റൂംസും സ്വന്തമായിട്ട് വേണ്ടിയിരുന്നു. അഹാന, നിങ്ങൾ ഇത്രയ്ക്ക് അവരുടെ വാട്ട് വേർഡ് ഷുഡ് ഐ യൂസ്, യുനോ, അവർ പറയാണ് ഈ തൻവിക്ക് അവർക്ക് അത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് വലിയൊരു വീടും കുറേ ബെഡ്റൂംസും ഉണ്ടായിരുന്നു. ആഹാരയുടെ കഥ എന്താ വെച്ചാൽ എന്താ പറയുക, എത്ര സങ്കുചിത മനസ്സോ, എന്താ പറയുക, എത്ര എന്ത് മനസ്സാ നിങ്ങൾ പറയും. കാരണം എന്താ അറിയോ, ഇവർക്ക് വേണ്ട എന്താ പറയുക, ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഇവരുടെ ട്രോമ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബെഡ്റൂം കിട്ടിയിട്ടില്ല. ഇവർക്ക് സ്വന്തമായിട്ട് കുറേ ബെഡ്റൂം വേണം, വേറൊന്നും വേണ്ട, പേരൻസോ ഇതൊന്നുമല്ല. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഈ ആഹാനയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറേ ബെഡ്റൂംസ് ഉള്ളൊരു ഹൗസ്. ഒരു ബെഡ്റൂം കിടക്കുന്നു, അടുത്ത ദിവസം വേറെ ബെഡ്റൂം കിടക്കുന്നു. ഇതാണ് ആഹാന കൃഷ്ണയ്ക്ക് വേണ്ടത്. അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ അതാണ്. ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കില്ലേ ഇതുപോലെ. അപ്പോൾ അവരെങ്ങനെയാവും രണ്ടാമതുള്ള അവരുടെ സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്കറിയില്ല, അത് ട്രോമയായി മാറിയിട്ടുണ്ടാവില്ലേ അല്ലേ? എൻ്റെ സംശയം കേട്ടോ. ഓരോ എവറി 2-3 years അവർക്ക് പുതിയ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതും അവർക്കൊരു ട്രോമയായി ഉണ്ടാവില്ലേ? അല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് മറ്റേ കുട്ടി അവർ അച്ഛനും അമ്മയും ഇല്ല, അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടുന്ന, ഇത് ടീനേജ് ആണെന്നുള്ള അറിയില്ല, ഏത് പ്രായത്തിലാണെന്നുള്ള അറിയില്ല, സ്നേഹം കിട്ടാതെ, അച്ഛനമ്മയുടെ സ്നേഹം കിട്ടാത്തൊരു കുട്ടി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ പോയി തൻവി നിന്നു എന്നുള്ളൊരു കാര്യത്തിന് വ്യാഖ്യാനിക്കുന്ന ഏത് രീതിയിലാണ് അറിയോ? ബെഡ്റൂമാണ് അത്രേ, വേറെ എന്തൊക്കെയാണോ ഇനി. Tanvi also has pulled herself away from her mom for reasons that benefited her. As silly as it sounds, this is the truth. Everything else is fake narrative. If we put out the videos and audio messages we have with us, like Tanvi, they cannot even step out in public. Why don't you do it? എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്? ഉണ്ടെങ്കിൽ ചെയ്യൂ. ഭയങ്കര കോൺഫിഡൻസിലാന്ന് പറഞ്ഞു, ഞാൻ പേഴ്സണലി വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യങ്ങളാണ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ലേ സ്കൂട്ടായത്. ബട്ട് ഈവൻ ഇഫ് വി ചൂസ് ടു ഡു സോ, വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അസ് ആൻഡ് ദം? ദിസ് ഹ്യൂജ് ഡിഫറൻസ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് പരിപാടിയും കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. ദിസ് ഇസ് ഫോർ അസ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ്. ഇത് കഴിഞ്ഞു, ഇത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത് ഇട്ടു എന്നാണ് മനസ്സിലാവുന്നത്. എ ന്യൂ സെറ്റ് ഓഫ് ലൈസ്. അടുത്ത്, ഇഫ് എൻ ഏജ്ഡ് പേഴ്സൺ കംസ് ആൻഡ് സേസ് എനിത്തിങ്, ഇറ്റ് ജസ്റ്റ് ബിക്കംസ് ട്രൂ. പ്രായമായിട്ടുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവുന്നു. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. വെൻ തൻവി ഡിസൈഡഡ് ടു സ്റ്റൂപ്പ് സോ ലോ, എത്രയും ലോ ആവാൻ തീരുമാനിച്ചപ്പോൾ, ചാറ്റ്സ് കാണിക്കാൻ തീരുമാനിച്ചപ്പോൾ, which happened after my grandmother said, grandmother പെട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞ grandmother ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇത്രയും ലോ ആയിട്ട് ചിന്തിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുള്ള 2 ഓഡിയോസ് നിങ്ങൾ പുറത്തു വിട്ടില്ല? There are 2 audios which I have sent Tanvi's months ago which no human being should say to their grandchildren. അതായത് ഒരിക്കലും പേരക്കുട്ടിയോട് പറയാൻ പറ്റാത്ത 2 ഓഡിയോ ഉണ്ട് തൻവിക്ക് ഞാൻ അയച്ചു കൊടുത്തത്. എന്തുകൊണ്ട് തൻവി ഇട്ടിട്ടില്ല? എവർ. വെൻ തൻവി ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയ സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു 2 ഓഡിയോ ഹൈഡ് ചെയ്യാൻ ചൂസ് ചെയ്തു? ദാറ്റ് കുഡ് ഹാവ് ഗിവൺ എ ക്ലിയറർ പിക്ചർ. ഒന്നും കൂടി ക്ലിയർ പിക്ചർ കിട്ടുമായിരുന്നില്ലേ? ആൻഡ് ജസ്റ്റ് ഫോർ എവറി വൺസ് ഇൻഫർമേഷൻ, വാട്ട് എവർ മൈ ഗ്രാൻഡ് മദർ സെഡ് സ്റ്റുഡിയോസ് ബിയോണ്ട് എനി ഓഫ് യു കുഡ്, അതായത് അമ്മമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ദാറ്റ്സ് ഹൗ ഫൗൾ മൗത്ത് ഷീ അൺഫോർച്ചുനേറ്റ്ലി. എന്തൊക്കെയായി പറയുന്നത്? ഷീ ഹസ് കോൾഡ് us words we haven't even heard of otherwise. ഞാൻ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ, ഞാനന്ന് ഇവരുടെ കാര്യങ്ങളൊന്നും അറിയാണ്ട് നിനക്കൊരു സപ്പോർട്ട് ചെയ്തു ആനനെന്ന് ഓർമ്മ ഉണ്ടോ? എവറിത്തിങ് ഐ ഹാവ് സെഡ് ഹാസ് ബീൻ എ റെസ്പോൺസ് ടു ദാറ്റ്. ഞാൻ പറഞ്ഞൊക്കെ റെസ്പോൺസാണ്. മൈ ഗ്രാൻഡ് ഫാദർ കേട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്, ഐ എം സോറി, ഐ കനോട്ട് ബി റെസ്പെക്ട്ഫുൾ. We have a million things to say. We have proof of everything. But we chose to hold on to our dignity and keep silent. ആൾക്കാർ കേൾക്കണ്ട, കേൾപ്പിച്ചു. If you want to hate on me based on what I said, please do. Permission കിട്ടി. I know why I said and this thing. We will not speak to this provided Tanvi doesn't stoop. Like I said in my earlier video, if any of you meet in person, come to talk to me, I will play out her audios. പിന്നെയാണ് മറ്റേ സാധനം ഇട്ടിട്ടുള്ളത് കേട്ടോ, ലൈക്ക് എന്നല്ലേ ആ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു പോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ എനിക്കിപ്പോൾ ഇഫ് ഐ വോണ്ട് ടു സെൻഡ് എ മെസ്സേജ് ടു എനി വൺ, എനിക്ക് കാര്യങ്ങൾ എഴുതി വിചാരിക്കാം, ഞാൻ ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് അയക്കുന്നതിന് മുന്നേ 10 തൊട്ട് ആലോചിക്കില്ലേ, സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും അറിയുന്ന ആൾക്കാർക്ക് എന്താ, അവരിത് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഇത് ഡിസ്കസ് ചെയ്യണ ആൾക്കാർ അതിനു വേണ്ടി ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ചെയ്തു, ഞാൻ ഡിലീറ്റ് ചെയ്തു, പിൻവലിച്ചു, എന്നിട്ട് ഞാൻ ഇതാക്കിയെന്നൊക്കെ പറയുകയും ചെയ്യുക.
എന്നാൽ എല്ലാവരും എടുത്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ ഇത് എത്തിച്ചു തരുന്നത് ഇവർ ആൾക്കാർ തന്നെയാണോ ആവശ്യമുണ്ട്. സീരിയസ്ലി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പെട്ടെന്ന് ചെറുതായി ക്രിയേറ്റീവ്സ് സ്ഥിരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരെ പോലെയല്ല, ചില സമയത്തൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐഡീസ് എന്നൊക്കെ ഇതിങ്ങനെ വരും. ഇത് എത്ര പേര് അയച്ചെന്ന് പറയും. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം അങ്ങനത്തെ ഐഡിയിൽ നിന്നാണ് വന്നത്. അപ്പം ഞാനിത് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നിടത്തുനിന്നാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് എനിക്ക് തോന്നുന്നത് ഈ വെച്ച് നിർത്താനേ വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് നിർത്താമെന്നുള്ളത്. ഇത്രയും ആൾക്കാർക്ക് തരം താഴാൻ പറ്റൂലേ? ഇനി എപ്പോഴും പറയുന്നൊരു വേർഡ് ഒന്നും കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ, അതായത് പേഴ്സണലായിട്ട് അത്രയും പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പുറം ലോകത്തെ പ്രദർശിപ്പിച്ചിട്ട് ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന് ഡോളർ വാങ്ങിക്കുന്നത് ഈസ് കൺസിഡേർഡ് ടു ബി ദി ലോവസ്റ്റ് തിങ് കമ്പയർ ടു ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ നിർത്തി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആൾക്കാരെ കൊണ്ട് പറഞ്ഞു വരുമല്ലോ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അവരുടെ മറ്റേ ഇതാണ്, അവരുടെ ഇത് നിങ്ങൾ ചെയ്യാണ്, മറ്റേ അവരാണ്. ഇന്നലെ ഇപ്പോൾ ഒരു മറ്റേ ചങ്ങായി വന്നിട്ട് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് എന്ത് സ്വന്തം കണ്ടന്റ്? വീട്ടിലെ ചക്കടയും മാങ്ങടയും കഥയോ? എന്താണ് ഈ സ്വന്തം കോണ്ടന്റ്? ഇപ്പം ഞാൻ ഇന്നലെ ഇവർ വേറൊരു ചങ്ങായി വന്നിട്ട് പറയാം, പേര് പറയുന്നില്ല. നിങ്ങൾ പോയി സ്വന്തം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൂ. സ്വകാര്യത വിൽക്കണോ? സ്വന്തം സ്വകാര്യതയാണ് വിൽക്കണത്. യു ആർ സെല്ലിങ് യുവർ ബ്ലഡി ഡാം പ്രൈവസി. അവനാൻ്റെ ജനവാതിലും കട്ടിലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട് ഇതിനുള്ളിൽ പുറം ലോകം കാണാത്ത കാര്യങ്ങൾ. ഇപ്പം എൻ്റെ നിങ്ങളൊക്കെ വീട്ടിൽ നമ്മളെയൊക്കെ വീടുകളിൽ ഫുള്ള് കട്ടനും ഗ്ലാസ് ഇട്ട് ഇതിനുള്ളിൽ ഫുള്ള് തുറന്നിട്ട് നടക്കുകയാണ്. എന്നിട്ട് പൈസ വാങ്ങണതാണ്. അത് താന്ന പരിപാടിയാണ്. ഇവർക്കൊക്കെ മനസ്സിലാവുണ്ടോ? എന്നിട്ട് അത് സംസാരിക്കുന്ന ആൾക്കാർ റിയാക്ട് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താ അറിയോ? ഇത് ഞാൻ ഇവരെ കഥ അല്ല കേട്ടോ, ഇവരും പറയുന്നുണ്ട്. വേറൊരു മഹാമെന്ന് പറയാം. അതായത് സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. എന്താ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. പേഴ്സണൽ ലൈഫ് വേറൊരാൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഡോളർ വാങ്ങി കഴിക്കുന്നേക്കാളും എത്രയോ മുകളിലാണ് ഇതുപോലെ ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ മറ്റുള്ളവൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രമല്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് പറ്റും, നമ്മളൊക്കെ പക്ഷേ നമ്മളെ ജീവിതം നമ്മൾ തുറന്നു നമ്മൾ കാണിച്ചാൽ ഇവരൊക്കെ വീണ്ടും ആൾക്കാർ കാർക്കിച്ച് തുപ്പും. കാരണം ഇവരുടെ ലൈഫും ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇത് പറഞ്ഞ സമയത്ത് കുറച്ച് ആൾക്കാരോട് കമൻറ്റ് ചെയ്ത് എന്നെ പറഞ്ഞു. അതെന്താ വെച്ചാൽ നമ്മളൊക്കെ എത്ര ഫോർച്ചുനേറ്റ് ആണെന്ന്, എത്ര നല്ല കുടുംബത്തിലാണ് നമ്മൾ പറഞ്ഞത്, എത്ര നല്ല കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളൊക്കെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാണ്, നമ്മൾ എത്ര നല്ല ആൾക്കാരാണെന്നുള്ളത്. പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കും, പക്ഷെ ഇതുപോലെ തന്നെ സ്വന്തം അമ്മമ്മേനൊക്കെ കയറിയിട്ട് വിളിക്കുക. പോട്ടെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.